ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ LDC എക്സാമുകളിലൊക്കെ ആയിട്ട് കണ്ടു മനുഷ്യാവകാശ കമ്മീഷന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന LGS എക്സാമുകളാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന, ചെയർമാൻമാര്, അതിൻ്റെ അധികാര പരിധി, ചുമതലകൾ, ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിക്കൊണ്ട് നമുക്ക് പറ്റണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട SCERT-യിലുള്ള പിന്നെ NCERT-യിലുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിന് ഈ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തെടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ നോട്ടുകളും ഒക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറി അംഗമാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. നോക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ നമ്മൾ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മനുഷ്യാവകാശ ദിനം, അല്ലെ? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. എന്തുകൊണ്ടാണ് ഈ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാവുന്നത്? 1948 ഡിസംബർ 10 സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. അതായത് എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു, അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇത് നമ്മുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുള്ള വാക്കുകളാണ്. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്, ഇത് SCERT-യിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മിച്ച് വെക്കുക. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10. ഡിസംബർ 10 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. 1950 മുതലാണ് നമ്മൾ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. മനുഷ്യാവകാശങ്ങളുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഈ മനുഷ്യാവകാശ കമ്മീഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സ്ഥാപിച്ചെടുക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഭരണഘടന ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളോ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പൊ ഇത് എവിടെയാണുള്ളത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരുന്നിട്ടുള്ള സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇപ്പൊ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് മനുഷ്യാവകാശ നിയമം. ഈ മനുഷ്യാവകാശ നിയമത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നേരെ മറിച്ച് ഈ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിളും മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളൊക്കെ ഭരണഘടനയിൽ പറയുന്നുണ്ടെങ്കിലോ അത് ഭരണഘടനാ സ്ഥാപനമായിട്ടായിരുന്നു നമ്മൾ പറയാ, അല്ലെ? ഇനി ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാവാൻ കാരണമായിട്ടുള്ള നിയമം ഏതാന്ന് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഈസി ആയിട്ടുള്ള ആൻസർ ആണ് മനുഷ്യാവകാശ നിയമം. ഈ മനുഷ്യാവകാശ നിയമം പാസ്സാവുന്നത് 1993 സെപ്റ്റംബർ 28 നിയമം നിലവിൽ വരുന്നത്. മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്നത് എപ്പോഴാ? 93 സെപ്റ്റംബർ 28. ഈ നിയമത്തില് 8 അധ്യായങ്ങളും 43 വകുപ്പുകളും ഉള്ളത്. എത്രയാണ്? 8 അധ്യായങ്ങളും 43 വകുപ്പുകളാണ് ഈ മനുഷ്യാവകാശ നിയമത്തിൽ ഉള്ളത്. അപ്പോൾ ആ മനുഷ്യാവകാശ നിയമം 93 സെപ്റ്റംബർ 28 ഓർമ്മിച്ചു വെക്കുക. ആ നിയമത്തിനെ അടിസ്ഥാനമാക്കി വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതിനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുന്നത്. നോക്കിയേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന എപ്പോഴാണ്? നമ്മൾ നിയമം നിലവിൽ വന്ന ഡേറ്റ് ആണ് പറഞ്ഞത് 93 സെപ്റ്റംബർ 28 എന്ന്, അല്ലെ? എന്നാ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് ഏതാ? ഒക്ടോബർ 12. 93 തന്നെ, 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാ ഈ മനുഷ്യാവകാശ നിയമത്തില് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വകുപ്പ് 1 വകുപ്പ് 2 1 എന്ത് പറയുന്നത്? ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? 2 1 പറയുന്നത് എന്നുള്ള ഓർമ്മിച്ചു വെക്കോട്ടെ. എത്ര വകുപ്പുകളാണ് മൊത്തം ഉള്ളത്? നമ്മൾ പറഞ്ഞു എത്ര വകുപ്പുകളാ? 43 വകുപ്പുകളാണ്. 8 അധ്യായങ്ങളിലായിട്ട് 43 വകുപ്പുകളാണ് മനുഷ്യാവകാശ നിയമത്തിലുള്ളത്. അതിൽ വകുപ്പ് 2 1 എന്തിൽ പറയുന്നത്? ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, അതിന്റെ നിർവചനം ഒക്കെ പറയുന്നത്. ഇനി ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഞാനത് പറയാൻ കാരണം നമുക്ക് കുറച്ചെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും.
അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, ഇന്ത്യ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഇത് ബാധകമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ട് വിവരാവകാശ നിയമത്തിലൊക്കെ പഠിക്കുന്നില്ലേ, ജമ്മു കാശ്മീർ ഒഴികെ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി ഇതും അങ്ങനെ തന്നെയാണോ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കും അല്ലെ. അപ്പൊ ഇപ്പൊ നോക്കുന്ന സമയത്ത് ജമ്മു കാശ്മീർ അടക്കം എല്ലാ സ്ഥലങ്ങളിലും എന്താ ഈ ദേശീയ മനുഷ്യാവകാശ നിയമം അല്ലെങ്കിൽ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്, ഓർമ്മിച്ചു വെക്കുക. ഇനി 2 തവണയാണ് മനുഷ്യാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ഏതൊക്കെ വർഷങ്ങളിലാണ്? 2006-ലും 2019-ലും. 2019 എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്, ഓർമ്മിച്ചു വെക്കാം. അതായത് 93 നിലവിൽ വന്ന മനുഷ്യാവകാശ നിയമം എന്ന് പറയുന്നത് 2006-ലും 2019-ലും. അപ്പൊ എത്ര തവണ ഭേദഗതി ചെയ്തു എന്ന് ചോദിച്ചാൽ 2 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ആദ്യം പട്ടേൽ ഭവനായിരുന്നു. നിലവിൽ ഏതാണ്? മാനവ് അധികാർ ഭവനാണ്. ഏതാണ്? മാനവ് അധികാർ ഭവൻ. ന്യൂഡൽഹി തന്നെയാണ്, ഓർമ്മിച്ചു വയ്ക്കുക. ഇനി എന്താ ഇതിന്റെ ആപ്തവാക്യം? സർവഭവന്തു സുഖിന. ഇത് പലതും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് തരും, അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സർവഭവന്തു സുഖിന ഇതിന്റെ ആപ്തവാക്യാണ്, മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യാണ്. ഇനി ഈ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി അംഗങ്ങൾ രാജിക്കത്ത് കൊടുക്കുന്നതും രാഷ്ട്രപതിക്കാണ്. അംഗങ്ങളെ നിയമിക്കുന്നത്, അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്, അംഗങ്ങളെ രാജിക്കത്ത് കൊടുക്കുന്നത് ഒക്കെ ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അംഗങ്ങളുടെ കാലാവധി ആദ്യം കമ്മീഷൻ നിലവിൽ വന്ന സമയത്ത് അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഭേദഗതി പ്രകാരം ഈ കാലാവധിയൊക്കെ 3 വർഷം 70 വയസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ ഓർമ്മിച്ച് വെക്കുക, നിങ്ങളോട് PSC ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട ഏതാ? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ആദ്യം ഏതാണോ പൂർത്തിയാവുന്നത് അതിനനുസരിച്ച്. ഓക്കെ. ഇനി ഈ അംഗങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. നമുക്കറിയാം ഈ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഒക്കെ റിപ്പോർട്ട് സമർപ്പിക്കുക അധികവും കേന്ദ്രത്തിലാണെങ്കിലുള്ളത് രാഷ്ട്രപതിക്കും സംസ്ഥാനത്തിലാണെങ്കിലും ഗവർണർക്കുമാണ് അല്ലെ. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയിട്ടുള്ള വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ കേന്ദ്രത്തിലുള്ളതാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാനത്തിലുള്ളതാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനാണെന്നുള്ളത് ആദ്യമേ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്തൊക്കെയാ? അംഗങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. ക്ലിയർ അല്ലേ? ഇനി അംഗങ്ങൾ എത്ര അംഗങ്ങളുള്ളത്? നമ്മളിപ്പോ പറയുന്നത് കമ്മീഷന്റെ ഒരു ഘടനയാണ്. എങ്ങനെയാണ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്? ആകെ 6 അംഗങ്ങളാണുള്ളത്. എത്ര അംഗങ്ങളാ? 6 അംഗങ്ങൾ. അതില് ഒരു ചെയർമാനും 5 അംഗങ്ങളും. അപ്പൊ PSC നിങ്ങളോട് ചോദിക്കുകയാണ്, ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളാന്ന് ചോദിച്ചാൽ 6 അംഗങ്ങൾ. ചെയർമാൻ ഒഴികെ എത്ര അംഗങ്ങളാന്ന് ചോദിച്ചാൽ 5 അംഗങ്ങൾ. അതൊക്കെ എഴുതാൻ വേണ്ടി കൊണ്ട് പറ്റണേ. ഒരു ആബ്സെന്റ് ആയിട്ട് എന്ത് ചെയ്യരുത്? ഒരിക്കലും ക്വസ്റ്റ്യൻ വായിക്കരുത്. ഇനി അടുത്തത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എത്ര പേരാ? 7 പേരാണ്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 പേര്. എന്നാ ഇതിലെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ മേജർ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് മെമ്പർ ആരാണെന്ന്? സെക്രട്ടറി ജനറൽ ആണ്. അതും PSC ചോദിച്ചിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തന്നേക്കാം, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നൊക്കെ ഓപ്ഷൻ തന്നേക്കാം. പക്ഷെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. അപ്പൊ ആരൊക്കെയുള്ളത്? 6 അംഗങ്ങളുണ്ട്. അതിൽ ഒരു ചെയർമാന് പ്ലസ് 5 അംഗങ്ങളാണ്. പിന്നെ 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. ഈ സെക്രട്ടറി ജനറലാണ് പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ഇനി നോക്കാം ഈ അംഗങ്ങളുടെ യോഗ്യത, ഓരോ ആളുകളുടെയും യോഗ്യത നോക്കാം. ചെയർമാന്റെ യോഗ്യത എന്താ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആവുക റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിരുന്നു അല്ലെ. എന്നാ പുതിയ ഭേദഗതി വന്നതിന് ശേഷം 2019 ഭേദഗതിക്ക് ശേഷം റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമല്ല റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിമാർക്കും എന്ത് ചെയ്യാം? ഈ ചെയർമാൻ ആവാൻ വേണ്ടി കൊണ്ട് കഴിയും. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണേ. ഒന്നാമത് ഞാൻ പറഞ്ഞു ഭേദഗതിയിൽ വന്ന മാറ്റം നമ്മുടെ ആ കാലാവധിന്റെ ഇത് മാറിയത്. രണ്ടാമത്തെ കാര്യം എന്താ? ചെയർമാന്റെ യോഗ്യത വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ്, ഏതെങ്കിലും ഒരാളായാൽ മതി. ഇനി ബാക്കി അംഗങ്ങൾ എത്ര അംഗങ്ങളാ? ബാക്കി അംഗങ്ങൾ ചെയർമാൻ ഒഴികെയുള്ള അംഗങ്ങൾ 5 അംഗങ്ങൾ. അതിൽ ഒരാള് വിരമിച്ചതോ അതോ നിലവിൽ അവിടെ ഓഫീസിലുള്ളതോ ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്, വിരമിച്ചതോ അല്ലെങ്കിൽ നിലവിലുള്ളതോ ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്, അതാണ് ഒരംഗത്തിന്റെ യോഗ്യത. അടുത്ത അംഗത്തിൻ്റെതോ വിരമിച്ചതോ നിലവിലുള്ളതായ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ ആദ്യത്തേത് ചെയർമാൻ, നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ്. ഇനി ഒരംഗം എന്ന് പറയുന്നത് വിരമിച്ചതോ അല്ലെങ്കിൽ നിലവിലുള്ളതോ ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്. അടുത്ത അംഗം വിരമിച്ചതോ അല്ലെങ്കിൽ നിലവിലുള്ളതോ ആയിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്.
ഓക്കെ അല്ലെ? ഇനി ബാക്കി എത്ര അംഗങ്ങളാണുള്ളത്? 6 പേരിൽ 3 പേരെ നമ്മൾ പറഞ്ഞു അല്ലെ? ഇനിയിപ്പോ 3 പേരും കൂടി അല്ലേ ഉള്ളത്. അപ്പൊ അത് മൊത്തമായിട്ട് പറയുന്നത് മനുഷ്യാവകാശത്തെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ ആളുകൾ 3 പേരുണ്ടായിരിക്കണം. അതിലൊരാൾ എന്തായിരിക്കണം? ഇതിലൊരാള് വനിതയായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ആദ്യം ഈ അംഗസംഖ്യ 5 ആയിരുന്നു, പിന്നീടാണ് എന്താക്കിയത്? മൊത്തം അംഗസംഖ്യ 6 ആക്കി മാറ്റിയത്. അപ്പൊ 6 അംഗങ്ങള്, അതിൽ ചെയർമാന്റെ യോഗ്യത, ബാക്കി 5 അംഗങ്ങളുടെ യോഗ്യത നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. യോഗ്യത ഒക്കെ മനസ്സിലാക്കി വെക്കുക. PSC ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, അടുത്ത നോക്കുക, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ആദ്യം തന്നെ ഈ വേർഡ് നിങ്ങൾ നോക്കിയ എന്താ എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ? എന്താ എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ? ഒരു പദവി മൂലം നമുക്ക് വേറൊരു പദവി കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുക? എക്സ് ഒഫീഷ്യോ എന്ന് വിളിക്കുക. ഇപ്പൊ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ അവനെന്താ? മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമാണ്. അതുപോലെ തന്നെ പട്ടികവർഗ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ അവന് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമാണ്. അപ്പൊ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ ചെയർമാൻമാരൊക്കെയാണ് എന്ത് ചെയ്തേതാ ഇവിടെ എടുത്തിട്ടുള്ളത്. പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നെ വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, പിന്നെയോ ഭിന്നശേഷി കമ്മീഷൻ. ഇത്രയും അംഗങ്ങളാണുള്ളത്. ഒന്നുകൂടെ നോക്കാം, SC കമ്മീഷനും ST കമ്മീഷനും, പിന്നെയോ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നെ വനിതാ കമ്മീഷന്റെ ചെയർമാൻ, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, പിന്നെ ഭിന്നശേഷി കമ്മീഷൻ ചെയർമാൻ. ഇത്രയും ചെയർമാൻമാരാണ് എന്തായിട്ട്? എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ട്. എത്ര പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ? 7 പേരാണ്. ക്ലിയർ അല്ലേ? അപ്പൊ 6 അംഗങ്ങള് അവരുടെ യോഗ്യത, 7 അംഗം എക്സ് ഒഫീഷ്യോ അംഗങ്ങള് അവരാരൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ആരാ അതിൻ്റെ അകത്തുള്ളത്? ഒരു എക്സ്ട്രാ അംഗം എന്ന് പറയുന്ന ആരാ ഉള്ളത്? ഒരാളും കൂടെ നമ്മൾ പറഞ്ഞു വെച്ചില്ലേ, സെക്രട്ടറി ജനറൽ. അവരാണെന്ന് പറയുന്നത് പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ക്ലിയർ അല്ലേ? ഇനി ഇവരെ തെരഞ്ഞെടുക്കുന്നതിനൊരു സമിതി ഉണ്ട്. ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസുമാർ ഇഷ്ടം പോലെ ഉണ്ടാവും, ജഡ്ജിമാരും കൂടി ആകുമ്പോഴത്തേക്ക് അത് കുറെ ആൾക്കാരുണ്ടാവും അല്ലെ? അപ്പൊ ഈ അംഗങ്ങൾ ഈ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ എന്നൊക്കെയുള്ള അല്ലെ ചെയർമാൻമാരെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു സമിതി ഉണ്ട്. ആ സമിതിയിൽ എത്ര പേരാ ഉള്ളത് നോക്കിയേ? ആ സമിതിയിലും 6 പേരാ ഉള്ളത്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ 6 പേര്. ആ സമിതിനെ, അതായത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരാ അല്ലെങ്കിൽ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിനെ കൂടാതെ ആഭ്യന്തരമന്ത്രി, പിന്നെ ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, പിന്നെ രാജ്യസഭാ ഉപാധ്യക്ഷനാണ്. രാജ്യസഭാ അധ്യക്ഷനല്ല, നമുക്കറിയാം രാജ്യസഭാ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഉപരാഷ്ട്രപതിയാണ് അല്ലെ? രാജ്യസഭയിലെ ഉപാധ്യക്ഷൻ, അതേപോലെ തന്നെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരൊക്കെയാ? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി. അത് ഈസി ആയിട്ട് ആലോചിച്ച് വെക്കാം. പിന്നെ രാജ്യസഭയെ ലോകസഭ എടുക്കുക. ലോകസഭയിലെ സ്പീക്കർ, രാജ്യസഭയിലെ അധ്യക്ഷനല്ല, ഉപാധ്യക്ഷൻ. പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. പഠിച്ചു വെക്കുക, സുഖല്ലേ? എത്ര അംഗങ്ങളാണത്? 6 അംഗങ്ങളാണ്. ഇതിൽ ചിലപ്പോ നിയമകാര്യ വകുപ്പ് മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓപ്ഷൻ തരും. ഏത് വകുപ്പ് മന്ത്രി മാത്രമേ നമ്മൾ ഇതിൽ ഉള്ളൂ? ആഭ്യന്തര വകുപ്പ് മന്ത്രി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓർമ്മിച്ച് വെക്കുക. ഇതിന്റെ ചെയർമാൻ ആരാണ്? ഈ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ വരുന്നത് പ്രധാനമന്ത്രിയാണ്. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാ? ചുമതലകൾ മനുഷ്യാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട പരാതികളൊക്കെ എന്ത് ചെയ്യുക? അന്വേഷണം നടത്തുക അല്ലെ? അന്വേഷണം നടത്താനുള്ള അധികാരമൊക്കെ ഉണ്ട്. ഒരു സിവിൽ കോടതിക്ക് സമാനമായിട്ടുള്ള അത്രയും അധികാരങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നോക്കിയേ, സാധാരണയായിട്ട് ഈ മനുഷ്യാവകാശ ലംഘനമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി കിട്ടിയാൽ മാത്രമാണോ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കുക? അല്ല. പരാതി കിട്ടിയാൽ മാത്രമല്ലേ അന്വേഷണം നടത്തുക. ഇപ്പൊ നമ്മുടെ ഒരു ഡോക്ടറെ കുത്തിക്കൊന്ന ഒരു കേസില്ലായിരുന്നോ? നമ്മുടെ ഒരു ഹൗസ് സർജൻസ് ഉള്ള ഒരു വിദ്യാർത്ഥിനെ കുത്തിക്കൊന്ന ഒരു കേസില്ലായിരുന്നോ? അതിലൊക്കെ എങ്ങനെയാണ് സ്വമേധയാ കേസ് എടുക്കുക ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പൊ ഒരു പരാതി കിട്ടിയാൽ മാത്രമേ അതിന്റെ മുകളിൽ അന്വേഷണം നടത്തുന്നില്ല. മനുഷ്യാവകാശ ലംഘനം നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം? മനുഷ്യാവകാശ കമ്മീഷന് സ്വമേധയാ കേസ് എടുക്കാൻ വേണ്ടി കൊണ്ട് കഴിയും. മനസ്സിലായില്ലേ? സ്വമേധയാ കേസെടുക്കുകയും ചെയ്യും, സ്വമേധയാ അന്വേഷണം നടത്തുകയും ചെയ്യും. അത് ഓർമ്മിച്ച് വെച്ചാൽ ഒരു തവണ PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം സ്വന്തമായി മുൻകൈ എടുത്തോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിലോ എന്ത് ചെയ്യുക? അന്വേഷണം നടത്തുക. രണ്ടാമത്തെ പോയിന്റ്, ജയിലുകളും മറ്റും സന്ദർശിച്ച് അവിടെയുള്ള ആളുകളുടെ, അവിടെ വസിക്കുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്കാണ് നടക്കുന്നതെന്നുള്ള ഉറപ്പുവരുത്തുക. അവരുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. അപ്പം ഈ മനുഷ്യാവകാശ കമ്മീഷനെ എല്ലാത്തിനും ഒരു ശുപാർശ നൽകാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. ഇപ്പം പരാതികളൊക്കെ സ്വീകരിച്ച് അന്വേഷണം നടത്തിയാലും
മനുഷ്യാവകാശ കോടതികളൊക്കെ ഉണ്ടെങ്കിലും ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മീഷൻ ഇവരെ ശിക്ഷിക്കാൻ വേണ്ടിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഈ കൾപ്രിറ്റിനെ ശിക്ഷിക്കാൻ വേണ്ടിക്കൊണ്ടുള്ള അധികാരം ആർക്കില്ല, കമ്മീഷനില്ല. കമ്മീഷൻ വേണമെങ്കിൽ ശിക്ഷകളെ കുറിച്ചൊക്കെ ശുപാർശകൾ കൊടുക്കാം, നന്ന ശിക്ഷകൾ അല്ലെങ്കിൽ നന്ന നഷ്ടപരിഹാരം എന്നൊക്കെ പറഞ്ഞ് ശുപാർശകൾ കൊടുക്കാം. അതേപോലെ തന്നെ ജീവിത സൗകര്യമൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, ശുപാർശകൾ കൊടുക്കാം. പക്ഷെ എന്ത് ചെയ്യാനുള്ള അധികാരമില്ല, ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനോ അങ്ങനെയുള്ള അധികാരമൊന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. പിന്നെ മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറെ സംഘടനകളൊക്കെ ഉണ്ടാവില്ലേ, അതിനെയൊക്കെ എന്ത് ചെയ്യുക, അവരൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് എന്ത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാര പരിധി ഞാനിപ്പോ പറഞ്ഞു. കമ്മീഷൻ എന്തില്ല, ശിക്ഷിക്കാനുള്ള അധികാരമില്ല അല്ലെ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ കോടതികൾക്കോ ശിക്ഷാ നടപടികൾക്കോ അല്ല ഇതിനൊക്കെയുള്ള ശുപാർശകൾ കൊടുക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ശിക്ഷ നടപ്പിലാക്കാനോ ശിക്ഷിക്കാനോ അധികാരമില്ല. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിവിൽ കോടതിക്ക് സമാനമായിട്ടുള്ള അധികാരങ്ങളാണ് ഉള്ളത്. ആളുകളെ വിളിച്ചു വരുത്താനും അവരോട് കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ ആർക്ക് അധികാരമുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ അധികാരമുണ്ട്. ഇനി മനുഷ്യാവകാശ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാം. പരാതിന്റെ മുകളിൽ മാത്രമല്ല, സ്വമേധയാ കേസെടുത്തിട്ട് അന്വേഷണം നടത്താം. നഷ്ടപരിഹാരങ്ങൾക്ക് ശുപാർശ കൊടുക്കാൻ പറ്റും. ശിക്ഷകൾ ശുപാർശ ചെയ്യുന്ന പോലെ തന്നെ നഷ്ടപരിഹാരങ്ങൾ ശുപാർശ ചെയ്യാൻ വേണ്ടി കൊണ്ട് കഴിയും. ക്ലിയർ അല്ലേ? അപ്പൊ ശിക്ഷകൾ നടത്താനുള്ള അധികാരം ഇല്ല എന്നുള്ള ഓർമ്മിച്ചു വെക്കുക. അധികാരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഒരു തവണ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ്, PSCക്ക് തന്നെ ചോദിച്ചു അടുത്ത ചോദ്യമാണ് ആര്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ആദ്യത്തെ ചെയർമാൻ ആരാണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അപ്പൊ ആദ്യമൊക്കെ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന സമയത്ത് ആദ്യം സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസുമാര് മാത്രമായിരുന്നു ചെയർമാൻമാരാവുക. ഞാൻ പറഞ്ഞല്ലോ 2019 ഭേദഗതിയിലൂടെയാണ് ജഡ്ജിമാർക്കും ചെയർമാൻമാരാവാന്നുള്ളൊരു രീതി വന്നത്. അപ്പം ആദ്യമൊക്കെ ഈ ജസ്റ്റിസ് രംഗനാഥ മിശ്ര പിന്നെ KG ബാലകൃഷ്ണൻ പോലെയുള്ള ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, ചെയർമാൻമാരായിരുന്നത്. ആദ്യമായിട്ട് ഒരു ജഡ്ജ് സുപ്രീം കോടതിയിൽ റിട്ടയർ ആയിട്ടുള്ള ഒരു ജഡ്ജ് ചെയർമാൻ ആവുന്ന എപ്പോഴാണ്, ഈ ഭേദഗതിക്ക് ശേഷമാണ്. ആരായിരുന്നു അത്, നിലവിലെ ചെയർമാൻ ആരാ, അരുൺകുമാർ മിശ്ര. സുപ്രീം കോടതി ജഡ്ജ് ആയതിനു ശേഷം ചെയർമാനായ ആദ്യ വ്യക്തിയാണ് അരുൺകുമാർ മിശ്രയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്ര, നിലവിലുള്ള ചെയർമാൻ അരുൺകുമാർ മിശ്ര. എത്രാമത്തെ വ്യക്തിയാ, 8ാമത്തെ വ്യക്തിയാണ്. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ മലയാളി ആരാ, നമുക്ക് അറിയാവുന്നതാണ്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഓർമ്മിച്ചു വെക്കുക. ഇനി എപ്പോഴും PSC ചോദിക്കാറുള്ള അടുത്തൊരു ചോദ്യമാണ് ഇത്, മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ആരാണ്? മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ഫാത്തിമ ബീവിയാണ്. ഓർമ്മിച്ചു വെക്കുക കേട്ടോ, PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു സ്ലൈഡിൽ നിന്നുള്ള മൊത്തം ചോദ്യങ്ങളും ഒരുവിധം ചോദിച്ചിട്ടുള്ളതാണ്. നിലവിലുള്ള ചെയർമാൻ ചോദിച്ചതാണ്, മലയാളി ചോദിച്ചതാണ്, രംഗനാഥ മിശ്ര, അംഗമായ ആദ്യ വനിത, അതൊക്കെ ചോദ്യം വന്നിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി നോക്കിയേ, ചെയർമാൻമാരെ നമ്മൾ പറഞ്ഞു 8 ചെയർമാൻമാരായി. ഇപ്പൊ 8ാമത്തെ ആളാണ് ആര്, അരുൺകുമാർ മിശ്ര എന്ന് പറയുന്നത് അല്ലെ. ആദ്യത്തെ നമ്മൾ പഠിച്ചു ആരാ, രംഗനാഥ് മിശ്ര. ഇനി രണ്ടാമത്തെ ആളായിരുന്നു MN വെങ്കട്ടച്ചെല്ലയ്യ, പിന്നെ JS വർമ്മ, AS ആനന്ദ്, S രാജേന്ദ്ര ബാബു, KG ബാലകൃഷ്ണൻ. മലയാളി എത്രാമത്തെ, 6ാമത്തെ. പിന്നെ HL ദത്ത്, പിന്നെ അരുൺകുമാർ മിശ്ര. 8ാമത്തതാണ് അരുൺകുമാർ മിശ്ര. ഇവരുടെ ഓർഡർ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഇവരുടെ പേരൊന്ന് ഓർത്ത് വെക്കുക. ഓർഡർ പഠിക്കണം നിർബന്ധം പറയുന്നില്ല, പേരൊന്ന് ഓർത്ത് വെക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആവാത്തത് അല്ലെങ്കിൽ ചെയർമാൻ പദവി വഹിക്കാത്തത് ആരും എന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്യാം, PSC ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ. അപ്പൊ ആകെ 8 പേരല്ലേ ഉള്ളൂ, അതൊന്ന് പഠിച്ചു വെക്കുന്ന സുഖമാണ്. അപ്പം കുറെ ആൾക്കാരൊക്കെ ഉള്ളത് എന്ത് ചെയ്യേണ്ട, അത് നോക്കി വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ 8 പേര് 6 പേരൊക്കെ ഉള്ളതൊക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ എനിക്കറിയാം നിങ്ങൾ കമ്മീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതായിരിക്കും പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെ. അപ്പൊ ഓരോന്ന് പഠിക്കുന്ന സമയത്ത് ഒന്ന് കൺഫേം ആക്കിക്കൊണ്ട് തന്നെ അടുത്ത് പഠിക്കുക. ഇത് പകുതിയാക്കി വെച്ച് അടുത്ത പകുതിയാക്കി വെക്കുക, അങ്ങനെയല്ല ചെയ്യരുത്. ഒന്ന് കൺഫേം ആക്കി മൊത്തം അതിന്റെ ഘടനയും അതിന്റെ കാലാവധി, ആദ്യത്തെ അംഗവും നിയമിക്കുന്നത് ആരാന്നും നീക്കം ചെയ്യുന്നത് ആരാന്നും അതിലെ അംഗങ്ങളുടെ എണ്ണോ അംഗങ്ങളുടെ യോഗ്യതയും പിന്നെ അതൊക്കെ നോക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, അടുത്തൊരു കമ്മീഷനിലേക്ക് കടക്കുക. ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ എന്തുണ്ട്, ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. ഈ സെക്രട്ടറി ജനറൽ ആണ് എന്ത്, അതിന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു RV പിള്ള. ആരാണ്, RV പിള്ളയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ. അപ്പൊ നിലവിലുള്ളതും പഠിക്കണ്ടേ.
നിലവിലെ ചെയർമാൻ നമ്മൾ പഠിച്ചു അരുൺകുമാർ മിശ്രയാണ്, 8ാമത്തെ വ്യക്തിയാണ് അല്ലെ. നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് ദേവേന്ദ്ര കുമാർ സിംഗ്. നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് ദേവേന്ദ്ര കുമാർ സിംഗ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ നോക്കിയേ? മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, അതിന്റെ നിയമം അല്ലെ, നിയമത്തിലെ അധ്യായങ്ങള്, വകുപ്പുകള്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, അത് പറയുന്ന വകുപ്പുകള്, പിന്നെ കമ്മീഷന്റെ നിയമിക്കുന്നത് ആരൊക്കെയാണ്, നീക്കം ചെയ്യുന്ന അതിന്റെ ആസ്ഥാനം, അംഗങ്ങളുടെ കാലാവധി, അംഗങ്ങളുടെ അല്ലെങ്കിൽ കമ്മീഷന്റെ ഘടന അല്ലെ. 6 പേര് അംഗങ്ങളാണ്, ഒരു ചെയർമാൻ 5 അംഗങ്ങളും അവരുടെ യോഗ്യത, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അവരാരൊക്കെയാണെന്നുള്ളതും, സെക്രട്ടറി ജനറൽ ആണ് പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. അതിൽ ആദ്യത്തെ സെക്രട്ടറി ജനറൽ നിലവിലത്തെ സെക്രട്ടറി ജനറൽ നോക്കി, കമ്മീഷന്റെ ചുമതലകൾ നോക്കി, അധികാര പരിധി പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ LDC ലെവലിലാണെങ്കിലും LGS ലെവലിലാണെങ്കിലും നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ എന്ത് ചെയ്യാനുണ്ട്, ക്ലാസ്സുകളായിട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒരുവിധം PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഏരിയാസും SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഏരിയാസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക. കമ്മീഷന്റെ ചെയർമാൻമാരെ ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് വെക്കുക. റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചാൽ മാത്രമേ ഈ പേരുകൾ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നല്ല രീതിക്ക് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്